നമസ്കാരം. ഷാബോബ് ആയുർവേ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഗോവയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആൾക്കാരും, നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഗോവയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഗോവയിലെ ഡിസംബർ 3-ാം തീയതിയിലെ ഫ്രാൻസിസ് സേവിയറിൻ്റെ പെരുന്നാളാണ്. ഇത് വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഗോവൻ പീപ്പിൾസ്. ഇന്ന് നമ്മൾ വന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇന്ന് വലിയ തിരക്കുകളില്ലാത്ത ഒരു പ്രഭാതമാണ് കടന്നുപോയത്. തുടർന്ന് നമുക്കിപ്പോൾ 1 കിലോമീറ്റർ ക്യൂ ആണ് കാണുന്നത്. അത്രയും ജനസഞ്ചയത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. ഒരു ചുരുങ്ങിയത് ഒരു 12,000 ആളെങ്കിലും ഇപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അത്രയും ആൾക്കാർക്ക് ഒരു 1.5 കിലോമീറ്റർ നീളത്തിലാണ് ക്യൂ നിൽക്കുന്നത്. ഇത്രയും കൃത്യമായ ഒരു ഇതുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധനായ 3 ലക്ഷത്തോളം ഭാരതീയരെ സ്നാനപ്പെടുത്തിയ, അതും 6 മാസം കൊണ്ട് സ്നാനപ്പെടുത്തിയ ഒരു വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതികദേഹം കാണാനാണ് നിങ്ങൾ വന്നത്. അത് കണ്ടുവെന്ന് മാത്രമല്ല, നമുക്ക് വണങ്ങാനും, അതുപോലെ ഇങ്ങനെയൊരു അത്ഭുതം 400-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു ഭൗതികദേഹം കാണാനുണ്ടായ ഭാഗ്യത്തെ ദൈവത്തിന് നന്ദി പറയുകയാണ്. നവംബർ 21 മുതൽ തുടങ്ങിവെച്ച ഈ പ്രദർശനം അല്ലെങ്കിൽ ഈ വണക്കം ജനുവരി 5 വരെ ആർക്കും കാണാവുന്നതാണ് എന്ന് ഗോവയിലെ ബോൺ ജീസസ് ബസിലിക്ക അധികൃതർ അറിയിച്ചിരുന്നു. 1522 ഡിസംബർ 3-ന് മരണപ്പെട്ട വിശുദ്ധൻ്റെ ഭൗതികദേഹം 472 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഴുകാതെ നിൽക്കുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഭാരതത്തിലെ 2ാമത്തെ അപ്പോസ്തലനായി അറിയപ്പെടുന്ന ഏകദേശം 10 വർഷം കൊണ്ട് വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ആളുകളിൽ പ്രേക്ഷിത പ്രവർത്തനവും മതപരിവർത്തനവും നടത്തി. പാരീസിൽ അതിസമ്പന്നമായ കുടുംബത്തിലെ അംഗമായി ജനിച്ച ഫ്രാൻസിസ് സേവിയർ 1537-ൽ വൈദികനായി. അദ്ദേഹത്തിൻ്റെ പഠനകാലത്തെ കൂട്ടുകാരായിരുന്ന പീറ്റർ ലെ ഫാബർ, ഇഗ്നേഷ്യസ് ലയോള എന്നിവർ ചേർന്ന് 1538-ൽ ഈശോ സഭ സ്ഥാപിച്ചു. ഇഗ്നേഷ്യസ് ലയോളയുടെ സെക്രട്ടറിയായി കുറച്ചു കാലം പ്രവർത്തിച്ചു. 1541-ൽ ഭാരതത്തിലെ ഗോവയിലേക്ക് 13 മാസം യാത്ര ചെയ്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ എത്തിച്ചേർന്നു. അദ്ദേഹം പോയ ഇടങ്ങളിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനവും മതപരിവർത്തനവും നടത്തി. കൊങ്കൺ തീരം മുതൽ തൂത്തുക്കുടി തീരം വരെ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനം നടത്തി. അതിനുശേഷം ഗോവയിൽ നിന്ന് അദ്ദേഹം മലാക്കയിലേക്ക് മടങ്ങി. ഇന്നത്തെ സിംഗപ്പൂർ. അവിടെ നിന്ന് ചൈനയിലേക്ക് ആണ് വിശുദ്ധൻ യാത്ര തിരിച്ചത്. ചൈനയിൽ കയറാൻ അനുമതി ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ശക്തമായ മഴയും ശക്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലം അദ്ദേഹത്തിന് ശക്തമായ പനി പിടിക്കുകയും 1522 ഡിസംബർ 3-ന് ദിവംഗതനായി തീരുകയും ചെയ്തു. ഇതിനു പുറമെ നമ്മുടെ യാത്രയിലുടനീളം നമുക്ക് ബീച്ചുകൾ, കോൽവ ബീച്ച്, മാർഗോവ ബീച്ച്, അതേപോലെ കലങ്കൂത്ത് ബീച്ച് എന്നിവ കാണാവുന്നതാണ്. അതിനും ചെറിയ രീതിയിൽ നമുക്ക് കണ്ടുപോരാവുന്ന സാഹചര്യം ഉണ്ട്. അതിന് എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഷാജൻ കാവീഡ് എന്ന ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. 2500 രൂപയിൽ താഴെ മാത്രമേ കേരളത്തിലെ ഏതൊരാൾക്കും പോയാൽ അത്രേ ചിലവ് വരുന്നുള്ളൂ എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് 9447511834 നിങ്ങൾ വിളിച്ച് അറിയിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.